നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അനിമോളാണ്. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? ബിഗ് ബോസ് സീസൺ 7 ഒരു ലേഡി വിന്നറാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നീ അങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞത്. എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം. പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. 1 ലക്ഷം കൊടുത്തില്ല. എത്ര കൊടുത്തു? ഒന്നും കൊടുത്തില്ല. 1 ലക്ഷമാണ്, 50 ഞാൻ കൊടുത്തത്. ഇനി 50,000. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് നിങ്ങളുടെ സ്വന്തം തനുമോൾ. ഇത് എനിക്ക് കിട്ടിയ സമ്മാനം. ഈ ബക്കറ്റ് നിറച്ചെന്റെ കണ്ണീരാ. ഞാൻ കരഞ്ഞു മേടിച്ച സമ്മാനം ഇത്. ജോസ് ബോസിന് കിട്ടിയത്. അത് എല്ലാവരും മേലെയും ഒരാളുണ്ടെന്ന് പറയും. എന്റെ പിന്നിലെ ആള്, ആ ആളെ ഇയാള്. കഴിഞ്ഞില്ല ഇനി കൊറേണ്ട്. ചിരി ആരാന്നറിയോ? എന്റെ PR മാമൻ. എന്താ ഉറക്കം വരുന്നു. ഞാനാണ് പിയാറ്. അനുമോള് ഇപ്പൊ ഇവിടെ നിൽക്കണത് കാരണക്കാരൻ ഞാൻ തന്നെയാണ്. പിന്നെ 100 ദിവസത്തിന്റെ കാര്യമില്ല. ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. 100 ദിവസത്തിന്റെ അങ്ങനെ ആവശ്യമില്ലായിരുന്നില്ല. ഫസ്റ്റ് ദിവസം തന്നെ അവൾക്ക് അപ്പോൾ കൊടുത്താൽ മതിയായിരുന്നു. അതിനുള്ള വർക്ക് ഉണ്ട്. കാശ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളൊരു ഉദാഹരണമാണ് ഇപ്പൊ ഈ ഷോയിൽ കണ്ടത്. ഇപ്പൊ കരഞ്ഞ കണ്ണീരാണ്. ഇത് കണ്ടോ? ഈ കണ്ണീര് ഞങ്ങൾ ലേലം വെക്കുന്നുണ്ട്. 1.5 ലക്ഷം രൂപയാണ്. ഇത് ഫുൾ ആയിക്കാൻ 5 ലക്ഷമാണ്. പിന്നെ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാല് അല്ല, എനിക്ക് ഇപ്പൊ കിട്ടിയ 40 ലക്ഷം അത് ഈ ചേട്ടനുള്ളതാ. അത് കഴിഞ്ഞിട്ടുള്ളത് പറയും. അത് കഴിഞ്ഞിട്ട് ഇവൾക്ക് ഇപ്പൊ ഒരു 1.5 കോടിയുടെ ഒരു പ്രൊജക്ട് ഞാൻ ഇതിന്റെ 5 ദിവസം കുറിച്ചിട്ട് 10 ലക്ഷത്തിന്റെ ഒരു ഉദ്ഘാടനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കിട്ടിയുള്ള അർഹത കിട്ടപ്പെട്ടത് എനിക്ക് തന്നെ തന്നെ ഈ അർഹതപ്പെട്ടുള്ളത്. പിന്നെ കൂടുതൽ സന്തോഷം എനിക്കുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ കളിച്ചിട്ടൊന്നും ഈ നേരത്ത് കിട്ടുന്നില്ല. കാശെല്ലാം കിട്ടും. പിന്നെ ജനങ്ങളെ പൊട്ടരാക്കാനും PR പറ്റും. ഒരു കഴിവില്ലാണ്ട് ഞങ്ങൾ നേടിയത് കണ്ട. അത് കഴിവില്ലാത്തവർക്ക് കിട്ടുന്നത് 2 ഉദാഹരണമായ ഒരാളാണ്. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ്.